സൂപ്പർകൺമണിയിലെ ലേറ്റസ്റ്റ് പ്രൊമോ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കൺമണി കൃഷ്ണ പറഞ്ഞതനുസരിച്ച് ഗിഫ്റ്റും കൊണ്ട് കൃഷ്ണ കൃപയിലേക്ക് എത്തുകയാണ്. കൃപയുടെ അരികിൽ വന്ന ആ ഗിഫ്റ്റ് അവിടെ വെച്ച് തന്നെ തുറന്ന് കാണിച്ചു കൊടുക്കുകയാണ് കൃപയ്ക്ക്. ഇത് കണ്ട കൃപയ്ക്ക് ആകെ സന്തോഷമാകുകയാണ്. ക്രഷ് കൺമണിയെ കണ്ട കൺമണിയുടെ പാചക നൈപുണ്യം ഇവിടെ പ്രകടമാക്കണം എന്ന് പറയാണ്. ഞാൻ മാത്രമേ അല്ലേ അത് അറിഞ്ഞിട്ടുള്ളൂ, ഇനി ഇവിടെ എല്ലാവരും അറിയട്ടെ എന്ന് പറയുകയാണ്. അങ്ങനെ കൺമണി പായസം ഉണ്ടാക്കാനായി തുടങ്ങുകയാണ്. ആ സമയം ആന്റിയമ്മയും സുജാതയും കൂടി പാർട്ടിക്കുള്ള പായസം ഉണ്ടാക്കണം എന്ന് പറഞ്ഞ് ചെല്ലാൻ തുടങ്ങുമ്പോൾ ആന്റിയമ്മയും അമ്മയും പായസം ഉണ്ടാക്കാനോ വേണ്ട, അതിനുള്ള ആൾ ഇവിടെ എത്തിയിട്ടുണ്ടെന്ന് പറയാണ് കൃഷ്. ആരാടാ അത് എന്നൊക്കെ സുജ ചോദിക്കുകയാണ്. ഞാൻ പറയില്ല, നിങ്ങൾ ചെന്ന് നോക്കുക അതാരാണെന്ന് എന്ന് പറയാണ് കൃഷ്. ആ സമയം തന്നെ അടുക്കളയിൽ നിന്ന് പായസത്തിന്റെ മണം വരികയാണ്. പെട്ടെന്ന് മണം പിടിച്ചുകൊണ്ട് ആന്റിയമ്മയും സുജാതയും അടുക്കളയിലേക്ക് ചെല്ലുകയാണ്. അവിടെ വെച്ച് ഇതാ ഉണ്ടാക്കുന്നു നമ്മുടെ കൺമണി പായസം. ഇത് കണ്ട് അവർക്ക് സന്തോഷമാകുകയാണ്. കൺമണി വേഗം തന്നെ കൃഷ് സാർ പറഞ്ഞപ്പോൾ ഞാൻ ഉണ്ടാക്കിയെന്നേ ഉള്ളൂ, നന്നായിട്ടുണ്ടോ എന്നറിയില്ല. സുജാത മേഡവും ആന്റിയമ്മയും ഒന്ന് കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറയുമെന്ന് ചോദിക്കുകയാണ്. അതിപ്പോ അറിയാൻ എന്താ കൺമണി, മണം കണ്ടില്ലേ നന്നായിട്ടുണ്ടെന്ന്, മണം വരുമ്പോൾ തന്നെ അറിയാലോ എന്ന് പറയാണ് ആന്റിയമ്മ. എന്നാലും ഞങ്ങൾ കഴിക്കാൻ കൺമണി എന്ന് പറഞ്ഞ് അവർ ഗ്ലാസ്സിലേക്ക് പകർന്ന് കഴിച്ചു നോക്കുകയാണ്. അത് കഴിഞ്ഞ് നന്നായിട്ടുണ്ട് മോളെ, കൃപ പറയുന്ന പോലെ സൂപ്പർ കൺമണി തന്നെയെന്ന് പറയാണ് ആന്റിയമ്മയും സുജാതയും. പിന്നീട് 2 ഗ്ലാസ് പായസം പകർന്ന് സാഗറിനെ കൊണ്ട് കൊടുക്കുകയാണ് കൺമണി. അത് കഴിച്ച കൺമണിയെ ആർക്കും പാചകത്തിൽ തോൽപ്പിക്കാൻ പറ്റില്ല എന്ന് പറയാണ് സാഗർ. ആ സമയം മാനസ അങ്ങോട്ട് വരികയാണ്. മാനസ ഓടി വന്ന് കൃഷ്ണനെ കെട്ടിപ്പിടിക്കുകയാണ്. മാനസ കൃപയെ കാണാൻ വേണ്ടി അങ്ങ് പോയപ്പോൾ കൃഷ്ണൻ കൺമണിയും തനിച്ചാകുകയാണ്. സാഗറും അങ്ങോട്ട് പോവുകയാണ്. ആ സമയം ഞാൻ വേറൊരു കാര്യം കൂടി പറയട്ടെ എന്ന് ചോദിക്കുകയാണ് കൃഷ്. എന്താ സാറെന്ന് ചോദിക്കുകയാണ് കൺമണി. എനിക്കെന്ന് കൃഷ് പറയാൻ തുടങ്ങുമ്പോഴേക്കും മോനെന്ന് വിളിക്കുകയാണ് സുജാത. ഇത് കേട്ട കൃഷ് അങ്ങോട്ട് പോകുകയാണ്. ആ സമയം ഗോകുൽ വിളിക്കുകയാണ് കൺമണിയെ. പായസം ഉണ്ടാക്കിയ കാര്യമൊക്കെ പറയാണ് കൺമണി. ഇത് കേട്ട മറ്റേ കാര്യം പറഞ്ഞോ കൃഷ് സാർ, ഐ ലവ് യു എന്ന് പറഞ്ഞോ അപ്പയെന്ന് ചോദിക്കുകയാണ് ഗോകുൽ.